നിയമ നടപടിക്ക് പിന്നാലെ ജി സുധാകരനെതിരെ അമ്പലപ്പുഴ എംഎൽഎ എച്ച് സലാമിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ടുണ്ട്. കുഞ്ചൻ നമ്പ്യാർ സ്മാരകം നശിപ്പിച്ചെന്ന സുധാകരന്റെ പ്രസ്താവനയ്ക്കെതിരെയാണ് എച്ച് സലാം രംഗത്തെത്തിയത്. ആക്ഷേപമുണ്ടെങ്കിൽ നിയമ നടപടി സ്വീകരിക്കണം, വിവരക്കേട് വിളിച്ചു പറയരുത്. അനാവശ്യം പറയുമ്പോൾ പ്രതികരിക്കാത്തത് ഭാഷ അറിയാഞ്ഞിട്ടല്ല, ബഹുമാനം അവശേഷിക്കുന്നത് കൊണ്ടാണെന്നും സലാം ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. ശരത് എസ് എസ് നമുക്കൊപ്പം ആലപ്പുഴയിൽ നിന്നുണ്ട്. ശരത് എസ് എസ്, കണ്ടാലറിയാത്തവർ കൊണ്ടാലറിയും എന്നൊക്കെ സലാം പറയുന്നുണ്ട്. അമ്പലപ്പുഴ സീറ്റിൽ പണ്ട് സുധാകരനായിരുന്നു, അവിടെ നിന്നാണ് അദ്ദേഹം മന്ത്രിയായത്. ആ സീറ്റിൽ ഇപ്പോൾ ഇരിക്കുന്ന എംഎൽഎ സ്വന്തം പാർട്ടിയിലെ മുൻ മന്ത്രിക്കെതിരെയാണ് പറയുന്നത്. സുജിയ, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് എച്ച് സലാം ജി സുധാകരനെതിരെ ഇപ്പോൾ കേസെടുത്തതിന് പിന്നാലെയാണ് ഇത്തരമൊരു വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. നമുക്കറിയാം, സുധാകരനും എച്ച് സലാം എംഎൽഎയും പലതവണ പ്രശ്നങ്ങൾ ഉണ്ടാവാറുള്ള അത്തരത്തിൽ അത്തരം വേദികളിലൊക്കെ തന്നെ പലപ്പോഴും സുധാകരൻ സലാം എംഎൽഎ വിമർശിക്കാറും ഇത്തരത്തിലുള്ള പരോക്ഷ വിമർശനങ്ങളൊക്കെ തന്നെ സലാം എംഎൽഎ നടത്താറുമുണ്ട്. അങ്ങനെ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം വിവാദ പ്രസംഗം നടത്തിയതിന് പേരിൽ സുധാകരനെതിരെ കേസെടുത്തതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ എന്തായാലും ഇത്തരമൊരു വിമർശനം എംഎൽഎയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം ഒരു വേദിയിൽ വെച്ച് ആലപ്പുഴ ലളിത കലാ അക്കാദമിയിൽ നടന്നൊരു പരിപാടിയിൽ വെച്ച് സുധാകരൻ ഈ എച്ച് സലാമിന് അല്ലെങ്കിൽ ഈ കുഞ്ചൻ നമ്പ്യാർ സ്മാരക സമിതിയുമായി ബന്ധപ്പെട്ട അത്തരമൊരു വിമർശനം നടത്തിയിട്ടുണ്ടായിരുന്നു. അതായത് കുഞ്ചൻ നമ്പ്യാർ സ്മാരകം യുദ്ധക്കളമാക്കി എന്ന രീതിയിലായിരുന്നു സുധാകരന്റെ വിമർശനം ഉണ്ടായത്. ആ വിമർശനത്തിനോടാണ് ഇപ്പോൾ എന്തായാലും ഇപ്പോൾ ഒരു എംഎൽഎ ഒരു ജി സുധാകരനെതിരെ വിമർശിച്ചുകൊണ്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് തുടങ്ങുന്നത് കുഞ്ചൻ നമ്പ്യാരുടെ ഒരു കവിത ഉദ്ധരിച്ചുകൊണ്ടാണ്. കണ്ടാലറിവാൻ സമർത്ഥനല്ലെങ്കിൽ നീ കൊണ്ടാലറിയുന്നതിനില്ല സംശയം. അതായത് കണ്ടാലറിയാത്തവൻ കൊണ്ടാലറിയുമെന്ന രീതിയിൽ കുഞ്ചൻ നമ്പ്യാരുടെ കവിത ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ എച്ച് സലാം എംഎൽഎയുടെ പോസ്റ്റ് തുടങ്ങുന്നത്. ഒപ്പം സ്മാരക സമിതിയെയും ജനപ്രതിനിധികളെയും അധിക്ഷേപിക്കുന്നതായിരുന്നു ഈ വിമർശനം എന്നുള്ളതാണ് ഈ പോസ്റ്റിൽ പറയുന്നത്. മാത്രമല്ല, ആക്ഷേപമുണ്ടെങ്കിൽ വിവരക്കേട് പറയുകയല്ല ചെയ്യേണ്ടത്, നിയമ നടപടികൾ സ്വീകരിക്കണം, വിജിലൻസ് അടക്കമുള്ള നിയമ സംവിധാനങ്ങൾക്ക് പരാതി കൊടുത്ത് അന്വേഷിപ്പിക്കുകയാണ് വേണ്ടത്, അല്ലാതെ വിവരക്കേട് പറയരുതെന്നും ഈ പോസ്റ്റിൽ പറയുന്നു. ഒപ്പം അനാവശ്യം പലപ്പോഴും പറയുമ്പോഴും പ്രതികരിക്കാത്തത് ഭാഷ വശമില്ലാത്തത് കൊണ്ടല്ല, പറയാൻ അറിയാത്തത് കൊണ്ടല്ല, എന്നെ പോലെയുള്ളവരുടെ ഉള്ളിൽ ബഹുമാനമുള്ളത് കൊണ്ടാണ് എന്നുള്ളതാണ് എച്ച് സലാം ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്. അതിങ്ങനെ അതിരൂക്ഷമായ രീതിയിലാണ് ജി സുധാകരന്റെ പേര് പറയാതെ ഈ ജി സുധാകരന്റെ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവനയ്ക്കെതിരെ എന്തായാലും ഇപ്പോൾ എച്ച് സലാം എംഎൽഎ ഒരു വിമർശനം നടത്തിയിരിക്കുന്നത് ഈ പശ്ചാത്തലത്തിലാണ് എന്നുള്ളത്. അതായത് സുധാകരനെതിരെ ഇപ്പോൾ കേസെടുത്ത് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് എന്തായാലും ഇപ്പോൾ എംഎൽഎ ഇത്തരം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. ആ രീതിയിൽ പാർട്ടിയിൽ നിന്ന് ഒറ്റപ്പെട്ട് നിൽക്കുന്ന സമയത്ത് സുധാകരനെ രൂക്ഷമായി വിമർശിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, നേരത്തെ തന്നെ സുധാകരനും എംഎൽഎ എച്ച് സലാം പലപ്പോഴും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാറുള്ളത്. നേരത്തെ സുധാകരൻ ശരത്ത്, ഇതിൽ നമ്മൾ ഈ പോസ്റ്ററിനൊപ്പം അറ്റാച്ച് ചെയ്തിരിക്കുന്ന ചിത്രങ്ങളിൽ ആ ശിലാഫലകങ്ങളുടെ ഇവിടെ വിവാദമായിരിക്കുന്നത് അല്ലെങ്കിൽ എച്ച് സലാമും ജി സുധാകരനും തമ്മിൽ നേർക്കുനേർ കൊമ്പ് കോർക്കേണ്ട സാഹചര്യം ഈ ശിലാഫലകത്തെ ചൊല്ലിയാണ്. ഓക്കെ, ശരത് എസ് എസ് ആണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ പോസ്റ്റിനെ കുറിച്ചാണ്. ഈ പോസ്റ്റിൽ 2 ശിലാഫലകങ്ങളുടെ ചിത്രം കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഈ ചീഫ് എഞ്ചിനീയർ ബിൽഡിംഗ്സ് ടെക്നിക്കൽ സാക്ഷൻ നൽകിയതിന്റെ രേഖകൾ അതെല്ലാം നൽകിയിട്ടുണ്ട്. അതെല്ലാമാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. അപ്പോൾ എച്ച് സലാമിന്റെ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം അതാണല്ലോ, കണ്ടാലറിവാൻ സമർത്ഥനല്ലെങ്കിൽ നീ കൊണ്ടാലറിയും, അതിലില്ല സംശയം. കുഞ്ചൻ നമ്പ്യാരുടെ വരികളാണ്. പക്ഷേ എന്താണ് എച്ച് സലാം സുധാകരനോട് പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്നറിയാൻ സുധാകരന്റെ അടുത്ത പ്രതികരണത്തിനായി നമുക്ക് കാത്തിരിക്കാം.